നടുറോഡിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിന് ഇന്ന് ശിക്ഷ വിധിച്ചു. ഇരട്ട ജീവപര്യന്തമാണ്. പള്ളിപ്പുറം സ്വദേശി അമ്പിളി വധക്കേസിലാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത്. ലഹരിക്കടിമയായ രാജേഷിന് ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. പള്ളിപ്പുറം സ്വദേശിനിയായ അമ്പിളി 2024 മെയ് 18 വൈകുന്നേരമാണ് കൊല്ലപ്പെടുന്നത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു 43-കാരി. അന്നും പതിവ് പോലെ അമ്പിളി ജോലിക്ക് പോയി. ചേർത്തല അരുക്കുറ്റി റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യവേ പള്ളിപ്പുറം വില്ലേജ് ഓഫീസിന് സമീപം വെച്ച് ഭർത്താവ് രാജേഷ് കുമാർ ഇരുചക്രവാഹനത്തിൽ പിന്തുടർന്നെത്തി. ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനായിരുന്ന രാജേഷ് യാതൊരു പ്രകോപനവുമില്ലാതെ അമ്പിളിയെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് വെട്ടുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അതിനു മുമ്പ് ഒരു മാസമായിട്ട് പ്രതി പ്രവർത്തിച്ചു വന്നിരുന്നത്. കളക്ഷൻ എടുത്ത് അവരുടെ സ്കൂട്ടറിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്തുടർന്നു വന്ന് മറ്റൊരു മോട്ടോർ ബൈക്കിൽ വന്ന ഭർത്താവ് രാജേഷ് കുമാർ ചവിട്ടി താഴെയിടുകയും റോഡിൽ ചവിട്ടി താഴെയിട്ട ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് നെഞ്ചത്തും പുറത്തും വയറ്റത്തുമൊക്കെ പലതവണ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയും വീണ്ടും കലി മൂത്ത് ഇദ്ദേഹം ആഴത്തിൽ കുത്തി ഏതാണ്ട് 19ഓളം കുത്തിയതിന് ശേഷമാണ് ഈ ബാഗ് കവർച്ച ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയും. ചോര വാർന്ന നടുറോഡിൽ കിടന്ന വീട്ടമ്മയെ നാട്ടുകാർ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം കളക്ഷൻ പണം അടങ്ങിയ ബാഗുമായിട്ടാണ് രാജേഷ് രക്ഷപ്പെട്ടത്. അധികം വൈകാതെ തന്നെ ഇയാളെ ഒരു ബാറിൽ നിന്ന് പോലീസ് പിടികൂടി. വിചാരണയ്ക്കൊടുവിൽ ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്ക് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി എസ് ഭാരതി വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ തടവും, കവർച്ച ചെയ്തതിന് 1 ലക്ഷം ജീവപര്യന്തവും 1 ലക്ഷം രൂപ തടവും. അങ്ങനെയാണ് വിധി വന്നത്. ഈ നഷ്ടപരിഹാര തുക അവരുടെ കുട്ടികൾക്ക്, അമ്പിളിയുടെ 2 മക്കൾക്ക് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 കുട്ടികൾക്കും കേരള സർക്കാർ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട രാജേഷും അമ്പിളിയും വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ രാജേഷിന് ജലഗതാഗത വകുപ്പിൽ ജോലി ലഭിച്ചു. ഇതിനിടെ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ടായി. പതുക്കെ രാജേഷ് ലഹരിക്ക് അടിമയായി. വീട്ടിൽ കലഹം പതിവും. പ്രണയിച്ച് വിവാഹിതരായവർക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമായി. ഇവന് പല ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിക്കുകയും ഇവൻ മൊബൈലിൽ കൂടി അനാവശ്യമായി സംസാരിക്കുന്നത് മൂത്ത മോളെ രാജലക്ഷ്മി കേൾക്കുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അമ്മയോട് പറഞ്ഞതിൽ കൊണ്ട് അതിനോട് സംസാരിക്കുകയും ചെയ്യണ കൂട്ടത്തിലാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അതിന് പിന്നെ അവർ വീട്ടിൽ വെച്ച് അമ്മേനെയും മകൾ പറഞ്ഞത് കാരണം കോടതി എടുത്തിട്ട് അമ്മേനെയും മകളെയും കുത്താനായിട്ടിട്ട് ഓടിക്കുമായിരുന്നു. നിർവികാരമായിട്ടാണ് പ്രതി വിധി കേട്ടത്. പ്രായമായ അമ്മയുണ്ടെന്നും തെറ്റു ചെയ്തിട്ടില്ലെന്നും കോടതിയോട് പറഞ്ഞു. 2018 മുതൽ രാജേഷ് കുമാർ ജയിലിലാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ സ്വാഭാവിക ജാമ്യവും ലഭിച്ചില്ല. ജാമ്യത്തിനായി പ്രതി സുപ്രീം കോടതിയിൽ വരെ പോയെങ്കിലും നിഷേധിച്ചു. നിലവിൽ ആലപ്പുഴ ജയിലിലാണ് പ്രതിയുള്ളത്. വിയ്യൂർ ജയിലിലേക്ക് മാറ്റണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സഹോദരി തൃശ്ശൂരിലാണ് താമസം എന്നുള്ളതാണ് കാരണം. അമ്പിളി രാജേഷ് ദമ്പതികളുടെ മൂത്ത മകൾ ബിരുദത്തിന് പഠിക്കുകയാണ്. ഇളയ മകൻ +1-നും. 2 മക്കളും അമ്പിളിയുടെ സഹോദരന്റെ സംരക്ഷണയിലാണ്. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.